ഒരനുഭവം പറയാണ്. ഗുരുവായൂരിൽ നിന്ന് ഒരു ഭക്തിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക. കേൾക്കാലോ? കൃഷ്ണ ഗുരുവായൂരപ്പ 25/6/2025 ബുധനാഴ്ച വെളുപ്പിന് 1 മണിക്ക് ക്യൂവിൽ നിന്നും 3 മണിക്ക് 3:20 മിനിറ്റ് തൊഴുതിറങ്ങി. എനിക്കാണെങ്കിൽ ഏത് അമ്പലത്തിൽ പോയാലും കുറേ നേരം തൊഴണം. ഗുരുവായൂർ അതിന് സാധ്യമല്ല. അതിനാൽ ദശാവതാര തൂണിലെ എല്ലാവരെയും തൊഴുത് കണ്ണൻ്റെ രൂപം കൊത്തിയ തൂണിൻ്റെ അടുത്തെത്തി. കണ്ണനാണെങ്കിൽ തുളസിമാലയിൽ പൊതിഞ്ഞിരിക്കുന്നതിനാൽ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ച നിമിഷം തുളസിമാല പതുക്കെ പതുക്കെ ഇളകി വീഴുന്നത് ഞാനും എൻ്റെ മകളും പരസ്പരം നോക്കി ചിരിച്ചു തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിനൊരു വിഷമം. ഭഗവാന്റെ ആ മാല എനിക്ക് തന്നതാണോ? കാരണം അന്ന് എൻ്റെ പിറന്നാളായിരുന്നു. കണ്ണൻ എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് തരാതെ ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു വിട്ടിട്ടില്ല. വീണ്ടും ക്യൂവിൽ നിന്ന് അകത്ത് കയറി കണ്ണനോട് പറഞ്ഞു, മാല എടുക്കാഞ്ഞത് ക്ഷേത്രത്തിൽ നിന്ന് അങ്ങനെ എടുക്കാമോ എന്ന ചിന്ത വന്നതുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് കണ്ണൻ്റെ കഴുത്തിൽ ഒരു മാലയേ ഉള്ളൂ. അത് പെട്ടെന്ന് അഴിഞ്ഞു തൂങ്ങി. അതിൽ നിന്നും 2 തുളസിത്തണ്ടുകൾ താഴേക്ക് പതുക്കെ പതുക്കെ വീണുകൊണ്ടേയിരുന്നു. മാല എടുക്കാൻ പേടിയാണെങ്കിൽ ഈ തുളസിക്കതിർ എടുത്തോളൂ എന്ന ഭാവത്തിൽ അതിൽ നിന്ന് 2 തുളസിക്കതിരുമായി ഞാനും അമ്മയും മകളും പുറത്തേക്കിറങ്ങി. തുളസിക്കതിർ നുള്ളി എടുത്തൂലേ? എന്താ പറയേണ്ടത്? കൃഷ്ണാനുഭവങ്ങൾ അങ്ങനെയാണ്. നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും അയച്ചു തരുന്നുണ്ട്. എന്നെ ഓർമ്മിപ്പിക്കുക. പലരോടും ഞാൻ പറയുന്നുണ്ട്, റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട്, ദേഷ്യം പിടിക്കരുത്, ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. എങ്കിലേ എനിക്ക് ഓരോന്നോരോന്നായിട്ട് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. ജോയിൻ ബട്ടണിലൂടെ വന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാം. ഹരേ കൃഷ്ണ.